Greetings to you all in Jesus' name. Deus name. Hope you're all doing well. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. I want to tell you two things which the Lord has said. കർത്താവ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. Number one, you keep on praying till you see the result. ഫലം കാണുന്നതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. Don't give up on God. ആമേൻ. ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന നിർത്തിക്കളയരുത്. During the time of the fasting prayer, the Lord told me that you should be like Jacob. ആമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവിനോട് പറഞ്ഞത് യാക്കോബിനെ പോലെ നമ്മൾ നിശ്ചയദാർഢ്യത്തോടെ ആയിരിക്കണമെന്നാണ്. We should not be like people who say, I prayed 10 minutes, I prayed half an hour, nothing happened. No. ആമേൻ. 10 മിനിറ്റ് പ്രാർത്ഥിച്ചു, അരമണിക്കൂർ പ്രാർത്ഥിച്ചു, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവല്ലേ. Just keep praying. That season is not over. We are still battling. I am still battling in prayer. ആമേൻ. പ്രാർത്ഥനയുടെ കാലഘട്ടം കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമുക്ക് ആ മൽപ്പിടുത്തത്തിലാണ്. Hallelujah. And these days all I'm still praying and battling. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ച് പോരാടുകയാണ്. Now when it comes to you, please pray only for your matters. Don't pray for other people now. ആമേൻ. ആമേൻ. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം പ്രാർത്ഥിക്കുക. Because you don't realize when you pray for other people, you may be battling against the demonic forces which they are against them. ആമേൻ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അവർക്കെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുകയാണ്. Right now you just pray for yourself and your matter. ആമേൻ. നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. Focus on your own matter, brothers. ആമേൻ. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ അർപ്പിക്കുക. I am interceding for you more than you think. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്കായി ഞാൻ ഇടവൽ നിൽക്കുന്നുണ്ട്. Because if we don't want to give up. കാരണം നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. You ask me why is Jesus allowing this? നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ അനുവദിക്കുന്നത്? He has got great things with him. ആമേൻ. വലിയ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. Two, you heard the word today. നിങ്ങൾ വചനം കേട്ടല്ലോ. God is making us to stand where many people failed. ഹല്ലേലൂയ. അനേകർ പരാജയപ്പെട്ടിടത്താണ് ദൈവം നമ്മളെ നിർത്താൻ പോകുന്നത്. And God is already made us to stand. ആമേൻ. നമ്മളെ നിർത്തുന്നത്. So whatever try to defeat them will try to defeat us. ആമേൻ. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അവരെ ഏതെല്ലാം ശക്തികൾ തോൽപ്പിച്ചുവോ ആ ശക്തികളെല്ലാം നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കും. But we will not fail. എന്നാൽ നമ്മൾ പരാജയപ്പെടുകയില്ല. I have told the Lord one thing, whatever it is there, whether I have money or no money, whatever, I will fulfill your plan. Whatever had happened. ആമേൻ. എൻ്റെ കാര്യം ഞാൻ നിരുപാധികം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ പരിപൂർണമായി സന്നദ്ധനാണ്. I will not fail. Because you have to help me. That's why I told the Lord. ആമേൻ. കർത്താവേ നീ സഹായിച്ചില്ലേ പറ്റത്തുള്ളൂ. ഞാൻ പരമാവധി ചെയ്യാമെന്ന് ഞാൻ കർത്താവിനോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. Hallelujah. And so I'm asking God for more anointing, more grace, and He will give. He is giving. ആമേൻ. അധികം കൃപയും അധികം അഭിഷേകം തരണേ ചോദിക്കുക, കർത്താവ് തന്നുകൊണ്ടിരിക്കുക. And He's a good God. അവൻ നല്ല ദൈവമാണ്. He's a loving God. അവൻ സ്നേഹിക്കുന്ന ദൈവമാണ്. Thank you for praying that prayer. പ്രാർത്ഥനയായിട്ട് സ്തോത്രം. Because you all have different gifts. Use it. ആമേൻ. നിങ്ങൾക്കെല്ലാം ദൈവം തന്നിരിക്കുന്ന പ്രത്യേക കൃപാദാനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. I may have a gift of praying or singing and to encourage you. Some of you may have a gift of praying. All right, do that. A word, probably a hug. Do that. Whatever it is, encourage one another. We all need encouragement. ആമേൻ. പരസ്പരം നിങ്ങൾക്ക് ബലപ്പെടുത്തുവാൻ കർത്താവിൻ്റെ സന്നിധിയിലെ ആ ശുശ്രൂഷകളെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ഏത് കൃപാദാനോ ദൈവം തന്നിരിക്കുന്നത്, പ്രാർത്ഥിക്കാനെങ്കിലും ഉപദേശിക്കാനെങ്കിൽ എന്ത് ചെയ്യാൻ പാടാനോ എല്ലാം അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുക. Make sure somebody is encouraged all the time. ആമേൻ. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് പ്രോത്സാഹനമായി എന്ന് ഉറപ്പുവരുത്തുക. Even if you feel depressed, go and encourage somebody. You will be encouraged also. ആമേൻ. നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്ന വേറൊരു വ്യക്തിയെ നിങ്ങൾ ബലപ്പെടുമ്പോൾ നിങ്ങളുടെ നിരാശ മാറും. If any of you are going through severe oppression the last 2 days, I want to tell you it is because of that Albany trip. ആമേൻ. ചില ഭയങ്കരമായിട്ടുള്ള പോരാട്ടത്തിൽ കൂടെ കടന്നു പോരാട്ടമെന്നല്ല, ആ നിരാശയിൽ കൂടെ കടന്നു പോകുന്ന ആൽബനി ട്രിപ്പിനോടുള്ള ബന്ധത്തിലുള്ളതാണ്. You say, what won't God protect us? ആമേൻ. ഒരുപക്ഷെ നമ്മൾ ചോദിക്കുക എന്തുകൊണ്ട് ദൈവം നമ്മളെ സൂക്ഷിക്കുന്നില്ല? God is protecting you. That is why you are not feeling terribly down. ആമേൻ. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നതിനാണ് നാം വളരെ നിരാശപ്പെട്ടു പോകാത്തത്. See, one of the things, church, I want you to know, don't go by certain ideology. We don't go by ideology. We go by reality and the reality of Jesus. ആമേൻ. പ്രിയപ്പെട്ട ഒരു ആശയത്തിൻ്റെ പുറകെ നമ്മൾ പോവുകയല്ല, നമ്മൾ യാഥാർത്ഥ്യത്തിൻ്റെ പുറകെയും യേശുവാകുന്ന യാഥാർത്ഥ്യത്തിൻ്റെ പുറകെ പോവുകയാണ്. Because ideologies can change according to circumstance. ആമേൻ. കാരണം സാഹചര്യങ്ങൾക്കനുസരിച്ച് ആശയങ്ങൾക്ക് മാറ്റം ഉണ്ടാകാം. For example, ഉദാഹരണത്തിന് right now if Isaac goes out and plays, it is okay. ആമേൻ. ഇപ്പോൾ ഐസക് വെളിയിൽ പോയി കളിച്ചാൽ കുഴപ്പമില്ല. But when there is rain and thunderstorm, we won't let him go out. അതേസമയം മഴയുള്ള സമയത്ത് ഈ കുഞ്ഞിനെ നമ്മൾ വിടത്തില്ല. Why is that? എന്തുകൊണ്ടാണ് അങ്ങനെ? Because we know that he can get into danger. കാരണം തനിക്ക് അത് അപകടമാണെന്നറിയാം. So if you take one ideology, no, whenever we go out it is going to be sunshine, that is foolishness. ആമേൻ. അതുകൊണ്ട് ഏത് സമയത്തും പോയി
കളിക്കാം, കുഴപ്പമില്ല എന്ന് പറയുന്നത് ശരിയല്ല, മണ്ടത്തരമാണ്. Hallelujah. Amen. The same way, there are so many things in the Bible, there are so many experiences we had. These are not ultimate. The ultimate is what we are experiencing now in Christ Jesus. Amen. We are full of joy. ആമേൻ. തിരുവചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം, ആശയപരമായിട്ട് അറിയാം. എന്നാൽ അതൊന്നും ആത്യന്തികമായിട്ടുള്ളതല്ല. ആത്യന്തികമായിട്ടുള്ളത് തത്സമയം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. Amen. Praise God. Jesus is good. യേശു നല്ലവനാണ്. He will not let go of you. യേശു നമ്മളെ ഒരിക്കലും വിടത്തില്ല. And when many of you, when you are praying, there is a prophetic word that is coming out. I'm very excited. നിങ്ങൾ പലരും പ്രാർത്ഥിച്ചപ്പോൾ പ്രാവചനീയമായിട്ടുള്ള ദൈവശബ്ദം നിങ്ങളിൽ കൂടെ പുറത്തു വന്നു. ഞാൻ വളരെ ഉത്സാഹഭരിതനാണ്. And because of that, the word, the mouth that speaks these words and the ears that hear, we're all blessed. ആമേൻ. അത് നിമിത്തമായിട്ട് ഇത് സംസാരിച്ച ആ വായുകളും അത് കേട്ട ചെവികളും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. Last 2 days, I've been so I don't know what is happening. കഴിഞ്ഞ I 2 feel ദിവസം such tremendous oppression. It is as though devil is coming and hitting me like this. Really, you feel that oppression and that depression. But I said, get lost. You can't do anything to me. What can you do? ആമേൻ. കഴിഞ്ഞ 2 ദിവസമായിട്ട് പിശാചിനെ ഒരുപാട് ശല്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എനിക്ക് അത് അനുഭവിച്ചറിയത്തക്ക രീതി. പക്ഷെ ഞാൻ പറഞ്ഞു, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. The battle belongs to God. കാരണം നമ്മുടെ യുദ്ധം ദൈവത്തിന്റെ യുദ്ധമാണ്. Hallelujah. ആമേൻ. Praise God. Okay, let's look to Ephesians chapter 1. Tonight, I just want to quickly go through this, and then if there are questions we need to ask, we can ask and we can pray. ആമേൻ. എഫെസ്യർ 1 അധ്യായത്തിലേക്ക് പോകാം. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. Ephesians 1 verses 11. I'm sorry, Colossians. കൊലോസ്യർ 1:11. Colossians 1. സ്തോത്രം. Okay. Verse 12, giving thanks unto the Father who has made us capable to be partakers of the inheritance of the saints in light, who has delivered us from the power of darkness and has translated us in the kingdom of his dear Son, in whom, bracket, Jesus Christ, we have redemption through his blood, even the forgiveness of sins. ആമേൻ. ആമേൻ. വിശുദ്ധന്മാർക്ക് വിളിച്ചതിനുള്ള അവകാശത്തിനായി നമ്മളെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ എൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തത് പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. In the last class, I told you about the way the Holy Spirit is working through Paul when he writes these scriptures. He talks about God the Father, he talks about God the Son. See, if you look into chapters 10, 11, and verses 10, 11, 12, 13, up to verse 14 and 15, you can see the work of the Father and work of the Son. ആമേൻ. ഈ ഇതിൻ്റെ 11, 12, 13 വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പിതാവിൻ്റെ പ്രവൃത്തിയും പുത്രൻ്റെ പ്രവൃത്തിയും നമുക്ക് കാണാം. Amen. സ്തോത്രം. So it is that order, Father, Son and the Holy Spirit. ആമേൻ. ആ ക്രമം നമുക്ക് എപ്പോഴും കാണാം, പിതാവ്, പുത്രൻ, പരിശുദ്ധ ആത്മാവ്. So first of all, what is the work of the Father that Paul is talking? What did the Father do? ഇവിടെ പറയുന്ന പിതാവിൻ്റെ പ്രവൃത്തിയെ പറ്റി ഏത് പ്രവൃത്തിയാണ് പൗലോസ് പറയുന്നത്? 2 things. 2 കാര്യങ്ങളുണ്ട്. Number 1, verses 12. 12 വാക്യത്തിൽ പറയുന്നു, He has made us capable or able to be partakers of the inheritance of light or in light. അവിടെ വായിക്കുന്നു, നമ്മളെ വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മളെ പ്രാപ്തന്മാരാക്കി. So let us say this is light. ചിന്തിക്കുക, ഇതാണ് വെളിച്ചം. Hallelujah. സ്തോത്രം. And this award or this inheritance has been given to saints. ആമേൻ. നോക്കണമേ, ഈ വെളിച്ചത്തിലുള്ള ഈ അവകാശം ഈ വിശുദ്ധന്മാർക്ക് കൊടുത്തിരിക്കുകയാണ്. Okay? സ്തോത്രം. Now we who were full of sin, we were sinners, God has made us capable to be part of the inheritance of saints. നോക്കണമേ, പാപത്തിൽ വസിച്ചിരുന്ന പാപികളായിരുന്നു നമ്മളെ വെളിച്ചത്തിലുള്ള അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. Okay? This is what the Father has done. Verse 12. ഇതാണ് പിതാവ് ചെയ്തത്. 12 വാക്യം. He has made us meet means able to be partakers of the inheritance of the saints in light. To be a part of this, let's say this is me. I'm inside totally, not outside. Okay. I am totally inside. I also have an inheritance in the light. God has made me a saint. He has equipped me. He has made me a saint to be part of the inheritance in light. ആമേൻ. ദൈവത്തിൻ്റെ ആ വെളിച്ചത്തിലുള്ള അവകാശം നമുക്ക് തരാനായിട്ട് ആ വെളിച്ചത്തിൻ്റെ അകത്ത് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ ആദ്യം ഒരു വിശുദ്ധനാക്കിയിട്ട് ആ വിശുദ്ധനുള്ള പ്രത്യേകമായിട്ടുള്ള അവകാശം നമുക്ക് അവകാശം തരിക. Question, when did God do it? നമ്മൾക്ക് മുമ്പിലുള്ള ചോദ്യം, ഇത് എപ്പോൾ കർത്താവ് ചെയ്തു? Every time we are born again, did God do it? നമ്മൾ വീണ്ടും ജനിച്ചപ്പോഴാണോ ഇത് ചെയ്തത്? When did God do it? എപ്പോഴാണ് ചെയ്തത്? Before the foundations of the world.
ലോകസ്ഥാപനത്തിന് മുന്നമേ പിതാവ് ചെയ്തതാണ്. He has completed this work. ഈ പ്രവൃത്തി പിതാവ് തികച്ചതാണ്. When God reconciled the entire world to himself through his son, God had already prepared this. That is why it says the works were finished before the foundations of the world. ആമേൻ. മുഴുവൻ ലോകത്തെയും തൻ്റെ പുത്രനിൽ കൂടി പിതാവായ ദൈവം തന്നോട് നിരപ്പിച്ചപ്പോൾ പുത്രനിൽ കൂടി ചെയ്തതാണ് ഇത്. ഈ പിതാവ് ഇത് മുന്നമേ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. Hallelujah. Amen. What is the next thing the Father did? പിതാവ് ചെയ്ത രണ്ടാമത്തെ കാര്യം You എന്താണ്? can look into verse 13. 13-ാം വാക്യം നോക്കും മനസ്സിലാകും. He has delivered us from the power of darkness. നോക്കണം, ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ചിരിക്കുക. That means darkness has an authority. There, the power is not the. Some of you, when had power, experience power right now. How many of you experienced? You experienced. All of you, whoever I came near, you experienced the power of God. That is known as the dynamic power of God, the dunamis power of God. That is one way of power. ആമേൻ. ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ പലരും അനുഭവിക്കാൻ ഇടയായി തീർന്നു. അത് ദൈവത്തിന്റെ ഡൈനാമിക് ശക്തി എന്ന് പറയുന്ന ശക്തിയാണ്. But the power that you speak about here is taken from the Greek word exousia. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ ശക്തി എന്നുള്ള വാക്ക് ഗ്രീക്കിലെ എക്സൂസിയ എന്ന പദത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. It comes from the word in Malayalam adhikaram, or the authority. ആമേൻ. അതിന് മലയാളത്തിൽ അധികാരം അല്ലെ ഇംഗ്ലീഷ് അതോറിറ്റി എന്ന് പറയുന്നു. Hallelujah. The pastor has an authority. Apostle have an authority in the churches. ആമേൻ. അപ്പോസ്തലന്മാർക്കും പാസ്റ്റർമാർക്കും സഭകളിൽ അധികാരമുണ്ട്. So whenever you talk about power, God has taken us out of the authority of darkness. ആമേൻ. ശക്തിയെ പറ്റി പറയുമ്പോൾ ഇരുട്ടിന്റെ അധികാരത്തിൽ ദൈവം നമ്മളെ പുറത്തെടുത്തു. When did God do it? എപ്പോഴാണ് ദൈവം ചെയ്തത്? Before the foundations of the world. ലോകസ്ഥാപനത്തിന് മുന്നമേ ചെയ്ത When കാര്യം. we believed, നമ്മൾ വിശ്വസിച്ചപ്പോൾ that work of God is available for us. ആമേൻ. പിതാവ് പൂർത്തീകരിച്ച ആ പ്രവൃത്തി നമുക്ക് ലഭ്യമായി. And that we have to believe in one person. The key is Jesus. You believe in the Lord Jesus Christ, immediately God translates you or transfers you into the kingdom of his son. He delivers you from the power of darkness and he sets you in his kingdom. ആമേൻ. താക്കോൽ കർത്താവ് യേശുവാണ്. യേശുവിൽ വിശ്വസിച്ച നിമിത്തം തന്നെ കർത്താവായ പിതാവായ ദൈവം നമ്മളെ യേശുവിലാക്കി, യേശുവിൻ്റെ സ്നേഹസ്വരൂപനായ പുത്രനായ യേശുവിൻ്റെ രാജ്യത്തിലാക്കി ആ അധികാരം നമുക്ക് കൈമാറുക. Look at the difference between the kingdom of darkness, the authority of darkness, and the kingdom of his dear son. ആമേൻ. രണ്ട് രാജ്യങ്ങളെ പറ്റി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് ഇരുട്ടിൻ്റെ അധികാരത്തിലുള്ള രാജ്യവും രണ്ട് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യവും. Can you show me the differences between, what are the differences you see between these two? ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? This is the power of darkness. That should get me up. ഒന്ന് ഹല്ലേലൂയ, ഒന്ന് ഇരുട്ടിൻ്റെ അധികാരം. The other is the kingdom of his loving son. രണ്ടാമത്തെ സ്നേഹസ്വരൂപനായ ദൈവപുത്രൻ്റെ രാജ്യം. Okay? Kingdom. Okay, this is enough, honey. This is good. Kingdom of his. Okay. Of his loving son. This is the power of darkness. Okay, can you read that word again? ഈ വാക്കുകൾ വീണ്ടും വായിക്കാമോ? And can you tell me what are the differences that you see between these two? ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ കാണുന്നത്? By the way, this is not equal to this, okay? This is just an expression. ആമേൻ, ആമേൻ. ഒരിക്കലും ഈ ഇരുട്ടിന്റെ അധികാരം പുത്രന്റെ രാജ്യം തുല്യമാവത്തില്ല. This is far above millions and millions of love miles. ആമേൻ. Hallelujah. ആർക്കും അളക്കാൻ വയ്യാത്ത പോലെ അത്ര ഉന്നതമാണ്. Okay, number one, you read that. He has delivered us. That means, number one, there was bondage here. ആമേൻ. വിടുവിച്ചു എന്ന് അവിടെ പറയുന്നു. അതിന്റെ അർത്ഥം അവിടെ ബന്ധനമുണ്ടായിരുന്നു. Two, you're talking about an authority, an exousia, which I told you. This exousia was over the people. ആമേൻ. ഈ അധികാരം, ഈ ഇരുട്ടിന്റെ ഒരു അധികാരം ഈ ഇരുട്ടിക്കിടഞ്ഞ മണ്ടയിലുണ്ടായിരുന്നു. What is the name of, what do you call the people like that? അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? Slaves. അടിമകൾ. Just to let you know that Islam is a kind of slavery. Please do not encourage Islam in any way. ആമേൻ. It is barbarism which the devil is trying to bring into Europe. ഹല്ലേലൂയ. Please don't say Pava Muslims and all that. No, don't hate them, don't hate any people. But please understand, the agenda of the devil is to take the whole world and put it under one man. And the fellow can do any nonsense for any woman. They can have any number of women. They don't honor women.
They only think they are concerned about women is sex and having children. After that, they throw them into dirty things. Please do not say, "Pava Muslims, let us have compassion." It's all foolishness. That is a part of this kingdom of darkness. അമേൻ. ഈ ഇരുട്ടിൻ്റെ അധികാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സ്ലേവറിയാണ്, അതായത് അടിമത്തമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു വിധത്തിലും അതിനെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രോത്സാഹിപ്പിക്കരുത്. അത് വളരെ ബാർബേറിയനായിട്ട് വെച്ചാൽ മനുഷ്യനെ ഒതുക്കിക്കളയുവാൻ ഉള്ള ഒരു ദുഷ്ടൻ്റെ ഒരു പ്രവർത്തനമാണ്. ഇത് സ്ലേവറിയാണ്. And see, nobody can save us from slavery. ഓർക്കണമേ, ആർക്കും നമ്മളെ ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ പറ്റത്തില്ല. But the Father himself has delivered us from slavery. ആമേൻ. പിതാവായ ദൈവം തന്നെ നമ്മളെ നേരിട്ട് ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. That is why, because nobody else could do it, God the Father has done it. ആമേൻ. മറ്റാർക്കും ചെയ്യാൻ കഴിയാതിരുന്നുകൊണ്ട് പിതാവിന് നേരിട്ട് അത് ചെയ്യേണ്ടി When വന്നു. did God the Father do this? എപ്പോഴാണ് പിതാവ് ചെയ്തത്? The foundations of the world. ലോകസ്ഥാപനത്തിന് When മുന്നേ. did he actualize it? എപ്പോഴാണ് അത് നിവൃത്തിയാക്കിയത്? On the cross through his Son. തന്റെ പുത്രനിൽ കൂടി കാൽവരി ക്രൂശിൽ നിവർത്തിച്ചു. All you need to do is to believe in the cross of Jesus. ആമേൻ. അത് നമുക്ക് എങ്ങനെ കൈവശമാക്കാം? യേശുവിന്റെ ക്രൂശിലെ പ്രവൃത്തിയിൽ നമ്മൾ വിശ്വസിക്കുക. That's the beauty of Jesus Christ. അതാണ് യേശുവിന്റെ മനോഹാരിത. Hallelujah. Praise Now God. look at on the other side, look at the kingdom of his loving Son. അതേസമയം സ്നേഹസുരന്റെ പുത്രന്റെ രാജ്യത്തെ ഒന്ന് നോക്കാം. Number 1, the Bible tells he has translated us. ആമേൻ. ഹല്ലേലൂയ. അതിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്തിയെന്നാണ് എഴുതിയിരിക്കുന്നത്. Okay, this also means transferred us. അതിന്റെ അർത്ഥം നമ്മളെ ഇങ്ങോട്ട് കൈമാറി, ഇങ്ങോട്ട് അവകാശം തരാൻ തക്കവണ്ണം കൊണ്ടുവന്നു. That is, God took the slave from here, he took him here. അതിന്റെ അർത്ഥം ഓർക്കുക, ഈ അടിമയെ ഈ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും പുത്രന്റെ രാജ്യത്തിലേക്ക് പിതാവ് കൊണ്ടുവന്നു. Number 2, what do you understand about the kingdom of God? Who can tell me? രണ്ടാമത്തെ കാര്യം ആർക്ക് പറയാം? It is a kingdom. രണ്ടാമത്തെ ഒരു രാജ്യമാണ്. This is not a kingdom. This was a bondage. Amen. This was an authority. Amen. A demonic authority. Authority means the difference between the kingdom and the authority is you can't move. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. രാജ്യവും അധികാരവും തമ്മിലുള്ള വ്യത്യാസം, ഈ അധികാരത്തിനകത്ത് നമ്മൾ സ്ലേവറിയില്ല. സ്ലേവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമത്തത്തിലാണ്. There are churches who live as slavery. They can't move. ആമേൻ. No freedom. അങ്ങനെയുള്ള സഭകൾ പോലും ഉണ്ട്, സ്വാതന്ത്ര്യമില്ല, അവരിങ്ങനെ അടിമത്തത്തിൽ. There are churches who speak full freedom, but the people won't take that freedom. ആമേൻ. സഭയിൽ ദേവദാസന്മാർ സ്വാതന്ത്ര്യം ആഗോളം ഘോഷിക്കാറുണ്ട്, പക്ഷേ ആളുകൾ ആ സ്വാതന്ത്ര്യം എടുക്കാറില്ല. Because they are under some kind of a wrong understanding of the kingdom of God. കാരണം ദൈവരാജ്യത്തെ പറ്റി അവർ തെറ്റിദ്ധാരണയിലാണ് ആയിരിക്കുന്നത്. Hallelujah. സ്തോത്രം. In my life, in my experience, I've had people coming and living. I've seen them living in such. They do things to please me. ആമേൻ. അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആളുകൾ അതുപോലെ ഭയപ്പെട്ടിട്ട് നമ്മളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. It is not needed. അതിന്റെ ആവശ്യമില്ല. We all are brothers and sisters. നാം എല്ലാവരും കർത്താവിൽ സഹോദരി സഹോദരന്മാരാണ്. If you didn't pray, that's all. So what? ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ല, അതിനെന്താണ്? If you didn't come to church, you didn't come to church. വന്നില്ലെങ്കിൽ വന്നില്ല, അത്രേ ഉള്ളൂ. There is freedom in the kingdom of God. ദൈവരാജ്യ സ്വാതന്ത്ര്യമുണ്ട്. You know, Paul had a problem with the Corinthian church. കൊരിന്ത്യർ സഭയോടുള്ള ബന്ധത്തിൽ പൗലോസിന് ഒരു പ്രശ്നം He ഉണ്ടായിരുന്നു. said, "We are not limiting you in any way. You are limiting yourself." ആമേൻ. അപ്പോസ്തലൻ അവരോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ആരെയും പരിമിതപ്പെടുത്തുന്നില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ പരിമിതപ്പെടുത്തുകയാണ്. Hallelujah. സ്തോത്രം. I want to tell you, think about yourself. If you are people who are always concerned about what other people think, you are under unnecessary bondage. Break it off in Jesus. ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ള വിഷയത്തിൽ നമ്മളിങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത ബന്ധനത്തിലാണ്. ആ ബന്ധനത്തെ അഴിച്ചു കളയുക. Supposing, many years ago, I knew a pastor's wife, wonderful lady, she's very sweet, wonderful lady, sacrificial lady. She always used to wear white and white. One day, she started to wear a color dress, color sari. I still remember the day she came to the church. She was looking everywhere because they essentially come from that legalistic background, Sunday means white and white. She was so scared. What will people think? Because pastor's wife, this is the way it should be. That is the way it should be. These are all bondage. Who cares if you are pastor's wife or pastor's daughter or pastor? I don't care. Amen. Please never go into that bondage. ഹല്ലേലൂയ. The fear of man is a snare, says the Bible. ആമേൻ. ദൈവവചനം പറയുന്നു, മനുഷ്യഭയം കെണിയാണ്. ഒരു പാസ്റ്ററുടെ ഭാര്യ എനിക്കറിയാം, എന്നും വെള്ള വസ്ത്രം കൊടുക്കുന്ന സഹോദരിയാണ്. ഒരു ദിവസം ഒരു ചുമന്ന സാരി എടുത്തുകൊണ്ട് വന്നു, വളരെ ഭയപ്പെട്ടിട്ടാണ്. ആളുകൾ എന്ത് പറയും എന്ന് ചിന്തിച്ചിട്ടാണ് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ബോണ്ടേജിൽ അകപ്പെടരുത്. ഇട്ടോണ്ട് വരണം കേട്ടോ, അത്രേ ഉള്ളൂ. ആമേൻ. Please make sure that you wear something. That's all. You have to wear something decent. You know why we wear things? It is to respect the other person. ആമേൻ. മറ്റുള്ളവരെ ബഹുമാനിക്കാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. Not to cover our body.
നമ്മുടെ ശരീരത്തെ കവർ ചെയ്യാനല്ല. There is nothing wrong with our bodies. It's beautiful. നമ്മുടെ It's ബോഡി created by God. കുറവുണ്ടായിട്ടല്ല, ദൈവം സൃഷ്ടിച്ചതാണ്. But God has expected us to honor. And we don't have to dishonor people by showing off our body. That is a dishonor. Why should we do that? ആമേൻ. മറ്റുള്ളവർക്ക് കാണിക്കാനല്ല നമ്മുടെ ശരീരം, അതുകൊണ്ടാണ് നമ്മൾ ശരീരം മറയ്ക്കുന്നത്. Hallelujah. That is why God covers us up. അതുകൊണ്ടാണ് ദൈവം നമ്മളെ മറയ്ക്കുന്നത്. I said that because many people feel that their bodies are good. Your bodies are beautiful. ആമേൻ. God created your bodies. Don't have bad ideas about your bodies. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ടല്ല. നമ്മുടെ ശരീരം മനോഹരമാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. Hallelujah. Praise God. Please get out of this, the Indian Pakistan idea. All those things are, that is not from the Lord. ആമേൻ. You all have bodies. We honor each other. Therefore, we put on clothes. ആമേൻ. നമുക്കെല്ലാം നല്ല ശരീരം, മനോഹരമായ ശരീരം കർത്താവ് തന്നിട്ടുണ്ട്. പരസ്പരം നമ്മൾ ബഹുമാനിക്കുന്നതുകൊണ്ട് നമ്മൾ വസ്ത്രം ധരിക്കുന്നു. A lot of people don't take care of their bodies. So by the time they're 50, they have pot bellies. Big pot bellies. അനേകരുടെ ശരീരത്തെ ശരിക്കും ടേക്ക് കെയർ ചെയ്യാത്തതുകൊണ്ട് 50 വയസ്സാകുമ്പോഴത്തേക്ക് നീണ്ട കൊടുവയറുണ്ട്. And it is very convenient for the India-Pakistan culture because you can put something like a big skirt or nobody will know. ഇന്ത്യ പാകിസ്ഥാനി സംസ്കാരത്തിൽ അതേ എന്തെങ്കിലും ഒരു സ്കർട്ടോ വല്ലതും ഇടാനെ കൊണ്ട് തൂക്കാൻ എളുപ്പമാണ്. It is very convenient. Very convenient. No, take care of your bodies. Okay, let's come back. Amen. So here, instead of this slavery, we are in the kingdom of God. ആമേൻ. അടിമത്തത്തിന് പകരമായിട്ട് നമ്മൾ പുത്രന്റെ രാജ്യത്തിലാണ്. What is the character mark of the kingdom of God? ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? Here you can see it says his loving son. ആമേൻ. ഇവിടെ വായിക്കുന്നത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ്. So number 1A, you have love. ഒന്നാമത് നമുക്കവിടെ സ്നേഹമുണ്ട്. I think I have got some of you a bit confused when I talk about love. I want to clear it today. സ്നേഹത്തെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും, പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ Please ഉണ്ടായി. love. ദയവായി സ്നേഹിക്കുക. I have seen a lot of people getting into trouble because they love people overly. ആമേൻ. മറ്റുള്ളവരെ അധികം സ്നേഹിക്കുന്ന നിമിത്തമായി കുഴപ്പത്തിൽ ചാടുന്നവരെ കണ്ടുണ്ട്. I always say, be wise when you love people. ആളുകളെ സ്നേഹിക്കുമ്പോൾ വളരെ നമ്മൾ സൂക്ഷ്മതയുള്ള. That is all I said. അത്രേ പറഞ്ഞിട്ടുള്ളൂ. Please don't stop being yourself. Go and love anybody you want. God bless you. I know I'm not being understood in the right way. God will make you understand. It's okay with me. I will wait. ആമേൻ. ദൈവം നിങ്ങളെ മനസ്സിലാക്കിക്കോളും. നിങ്ങൾ പോയി സ്നേഹിക്കുക. Hallelujah. സ്തോത്രം. Love. May the Lord open your eyes. ആമേൻ. കർത്താവ് നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ. സ്നേഹിക്കുക. Turn to your neighbor അടുത്ത ആളോട് and പറയുക. start loving. Say, oh, it's okay. I love you as you are. Parnu. ഞാൻ നിങ്ങളായിരിക്കുന്ന I love you അവസ്ഥയിൽ as you are. I love you as. ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു. Because I have preached, I remember preaching here, there is a difference between agape love and, you have agape love, you have something called Brotherly love. Philadelphia. ഫിലിയോ. Philadelphia is brotherly love. ഫിലോ. Okay. And then you have eros love. Eros is the sexual ഇറോട്ടിക്. love and then there is one more which the theologians have said that all this can be self-centered. All this can be self-centered. ഹല്ലേലൂയ. ഈ സ്നേഹങ്ങളെല്ലാം സ്വയം കേന്ദ്രീകൃതങ്ങളാകാം. Which I have seen among a lot of people, they are blind, they don't know it is self-centered. എന്നാൽ അവരിത് തിരിച്ചറിയുന്നില്ല. അനേകരെ കണ്ടിട്ടുണ്ട്, അവർക്ക് ഇത് സ്വയം കേന്ദ്രീകൃതങ്ങളാണെന്ന് അവർ അറിയുന്നില്ല. That's a better element of love. അതിനേക്കാൾ ശ്രേഷ്ഠമായ It is known as God-centered love. അതാണ് ദൈവ കേന്ദ്രീകൃതമായ സ്നേഹം. When you are God-centered, it begins to flow from you to people. ആമേൻ. ദൈവത്തെ കേന്ദ്രബിന്ദുവാക്കുമ്പോൾ ഈ സ്നേഹം നിങ്ങളിൽ കൂടെ ഒഴുകും. You don't expect anything back. അവിടെ നിങ്ങളൊന്നും തിരിച്ചു പ്രതീക്ഷിക്കത്തില്ല. You never say, nobody bothered me, nobody cared for me, I prayed for them so much, nobody bothers them, nobody even bothered to ask me. You don't ask these questions. It doesn't come to you. You don't feel rejected. ആമേൻ. You are feeling rejected because you are self-centered. I am loving somebody because I expect something from them. We are cultured. We don't expect money, but we expect appreciation. I prayed for them. They didn't even bother to call me and say a word. Venda. I loved them because God loved me. That love is flowing out. You know many cases of families who have come here. The other day I was scolding my mother and my wife also. Some people came from the Marthoma church and everybody was after you. They have nobody. They have nobody. They have nobody. So I went out of the way to, if it is some fault on my side, I went out of the way to accommodate them. You know what they did? They kicked me and they went away. They didn't even tell me that they were leaving this place. I already knew that kind of love will only end up in things like that.
I want the church to know, but I'm not stopping anybody. Let the Holy Spirit work in your life. Hallelujah. Peace be yourself. Somebody said hallelujah. Please keep on being, if you feel loved, go and love somebody. Do that. Because I'm not going to change you. Let the Holy Spirit change you. You're free. Hallelujah. You're all free. Keep loving. Hallelujah. ആമേൻ. പ്രിയപ്പെട്ട സ്നേഹിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. You know why I'm taking that authority? എന്തുകൊണ്ടാണ് അധികാരം ഞാൻ എടുക്കുന്ന അറിയാമോ? Because the Bible says കാരണം വചനം the പറയുന്നു righteousness is in all fruit. ആമേൻ. എല്ലായിടത്തും നീതിയുടെ ഫലം എല്ലാ ഫലത്തിലും നീതി വെളിപ്പെടും. വെളിപ്പെടും. ആമേൻ. James himself says that. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. In every fruit, in righteousness is in every. So you feel this is the way to love, go and love people. ആമേൻ. അല്ലെങ്കിൽ ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. There was a man here who okay, it's a bad thing. We won't talk about it in the pulpit. Simply just remember one thing. You can go and love anybody. I'm not going to stop anybody. But remember, if you have a bad experience from that, just thank the Lord. That's all. Continue to love people. Amen. That's all. പ്രിയപ്പെട്ട തുടർമാനമായും ആളുകളെ സ്നേഹിക്കുക. നിങ്ങൾക്ക് കഴിയാവുന്ന പോലെ സ്നേഹിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള പ്രതികരണം അവരിൽ നിന്ന് ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒഫൻസീവ് ആകല്ല. ദൈവത്തിന് നന്ദി പറഞ്ഞോണം, ദൈവത്തെ സ്തുതിച്ചോണം. Make it a point today. ഇന്നൊരു Nobody can offend me. ആർക്കും എന്നെ അല്ലെങ്കിൽ നിരാശപ്പെടുത്താൻ പറ്റത്തില്ല. I will keep on loving people. എന്ത് സംഭവിച്ചാലും ഞാൻ സ്നേഹിക്കുക തന്നെ ചെയ്യും. Decided? Agreed? യോജിച്ചോ? Please let us love one another. Go ahead. നമുക്ക് പരസ്പരം Don't സ്നേഹിക്കാം. expect anything back. ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാം. When you expect something back from people, that means you are becoming self-centered. ആമേൻ. എന്തെങ്കിലും തിരികെ പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ സ്വയം കേന്ദ്രീകൃതമാവുക. Hallelujah. Amen. Just love. സ്നേഹിക്കുക മാത്രം ചെയ്യും. Okay, so the kingdom of God, dearly beloved, is number one, love. Because there it says he has transferred us into the kingdom of his dear son. The real translation is he has translated us in the kingdom of his loving son. സ്നേഹസ്വരൂപനായ തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കിയെന്നാണ് യഥാർത്ഥ ട്രാൻസ്ലേഷൻ. സ്നേഹിക്കുന്ന പുത്രൻ. സ്നേഹിക്കുന്ന പുത്രൻ. ദൈവത്തിന് God loves his son and the son loves the father. That love is there. Okay. ആമേൻ. ആമേൻ. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം അവിടെയുണ്ട്. Okay, what is the second thing in the kingdom of God? ദൈവരാജ്യത്തിലെ രണ്ടാമത്തെ കാര്യം എന്താണ്? ഉണ്ട്, but three things remember. Righteousness. ആമേൻ. ഒന്നാമത് നീതി, Yeah, righteousness, peace, and joy in the Holy Ghost. ആമേൻ. നീതി, സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. Okay, now look, many times I know many of you have felt that righteousness was not being meted out. ആമേൻ. പലപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും. Maybe you are okay, but you are concerned about somebody else. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിലും മറ്റൊരു വ്യക്തിയെ കിട്ടിയില്ല. And it could be true. What you observed is true. നിങ്ങൾ നിരീക്ഷിച്ച കാര്യം സത്യമാകാം. But you know, in the kingdom of God, God will make sure somehow He will bring His righteousness. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ രാജ്യത്തിലാണെങ്കിൽ ഏത് വിധത്തിലാണെങ്കിലും നീതി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ദൈവം ഉറപ്പുവരുത്തും. Now, let me tell you the righteousness of God in my life. Nisha, are we online? ആമേൻ. Okay. എൻ്റെ ജീവിതത്തിലെ അനുഭവം പറയാം. I have been hurt a lot by this traditional Pentecostals. I have explained that to you. ആമേൻ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ട്രഡീഷണൽ പെന്തക്കോസ്തുകാരിൽ എനിക്ക് ഒത്തിരി തിക്താനുഭവങ്ങൾ I have ഉണ്ടായി. also been blessed by traditional Pentecostals a lot. അവരിൽ നിന്ന് എനിക്ക് ഒത്തിരി അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. It is God's righteousness. അതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. Hallelujah. സ്തോത്രം. So God will make sure. See, if you feel that I have been partial to some of you, don't worry about it. God will make sure that you will get your right. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ട ദൈവരാജ്യത്തിൽ നമ്മളാണെങ്കിൽ എന്നെ ശരിയായിട്ട് എനിക്കുള്ള നീതി കിട്ടിയില്ല എന്നുള്ള ബോധം ഏതെങ്കിലും വിധത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് നീതി I have seen many times, during worship, I have done something without even thinking what I am doing. After doing it, suddenly I realize, oh Lord, this was a righteousness that was lying hidden for a long time. I'm sorry. I went back to God and said, Lord, circumstance happens like that. Amen. It's not that I personally try to do anything. But one thing I always pray, Lord, let your righteousness prevail in the church. Amen, amen. You also pray like that. Praise Don't take the law into your own hand. Just pray. He will make sure, because this is His kingdom. ആമേൻ. ദൈവത്തിന്റെ രാജ്യമായതുകൊണ്ട് നിയമം നമ്മുടെ കയ്യിലെടുക്കാതെ കർത്താവേ നിന്റെ നീതി എപ്പോഴും ജയിക്കട്ടെ, അത് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് നിറവേറട്ടെ. You are not under the kingdom of Shiju. ഷിജുവിന്റെ രാജ്യത്തിലല്ല നിങ്ങളായിരിക്കുന്നത്. You are under the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തിലാണ്. And you don't need Shiju's permission to pray for righteousness. നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഷിജുവിന്റെ സമ്മതം നിങ്ങൾക്ക് ആവശ്യമില്ല. Do you believe God is here? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? I can assure you that God will overpass me to bring righteousness to this church. ആമേൻ.
എനിക്ക് ഉപരിയായി ദൈവം ഇവിടെ നീതി കൊണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. Now, I have a righteousness with God, God will stand with me only. That's a different level. ആമേൻ. എനിക്ക് ദൈവമായിട്ടൊരു ഉടമ്പടിയുണ്ട്, ഒരു നീതിയുണ്ട്. അതിനോടുകൂടി ദൈവം നിൽക്കുമെന്ന് എനിക്കറിയാം. All my ministry, God makes me to stand. എൻ്റെ ശുശ്രൂഷയിലെല്ലാം ദൈവം എന്നോട് കൂടെ നിൽക്കും. God will stand only with me in a special way. ഒരു പ്രത്യേക രീതിയിൽ എന്നോടൊപ്പം നിൽക്കത്തുള്ളൂ. But none of you will lose the righteousness. ന്യായമായിട്ടുള്ളതൊന്നും ആർക്കും കിട്ടാതിരിക്കരുത്. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് അന്യായം ഉണ്ടാകത്തില്ല. ദൈവം അത് നീതി നടത്തി. God is perfectly wise. ദൈവം പൂർണ്ണമായിട്ടും ഹല്ലേലൂയ ജ്ഞാനിയാണ്. What I'm trying to say is never take these things into your hand, because when you do that, you begin to become, you begin to look bad, and God doesn't like that also. ആമേൻ. നമ്മൾ വ്യക്തിപരമായി ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ അധികം ചിന്തിക്കുമ്പോൾ നമുക്കത് ഭാരമായിട്ട് തോന്നും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ദൈവത്തിന്റെ കയ്യിൽ നിങ്ങൾ സുരക്ഷിതരാണ്. You see something not right, pray. ആമേൻ. ഒരു കാര്യം ശരിയല്ലാതെ കണ്ടാൽ പ്രാർത്ഥിക്കുക. Lord, bring righteousness. കർത്താവേ, അവിടുത്തെ നീതി ഇതിനകത്ത് കൊണ്ടുവരണം. Remember my testimony which I told you about being under a man of God, and somebody came and complained to me, and I said, don't say anything, let us quietly pray. On the 4th day, beautifully, how miraculously God did it. That is the righteousness of God. ആമേൻ, ആമേൻ. ദൈവം ദേവദാസന്മാരെ കണ്ട് പേടിച്ചൊന്നും ഇരിക്കുവല്ല. God is a God of righteousness. ആമേൻ. ദൈവം നീതിയുടെ ദൈവമാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ദേവദാസന്റെ കാര്യം വേറൊരാളിനോട് പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 4 ദിവസത്തിനിടയിൽ ദൈവത്തിന്റെ നീതി അവിടെ വെളിപ്പെടുവാനിടയായി. Simply quietly pray, that's all. ആമേൻ. സാവധാനം ദൈവത്തോട് പ്രാർത്ഥിക്കുക. Never take the righteousness into your hand and oppose servants of God or oppose the church. Don't do all these things. It hurts God's heart. Just say, Lord, let your righteousness prevail. His righteousness will prevail. ആമേൻ. നമ്മളായിട്ട് കാര്യങ്ങൾക്കകത്ത് കയറി നമ്മളായിട്ട് മാറ്റാനും മറിക്കാനും ഒന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. ദൈവത്തോട് പറഞ്ഞാൽ മതി, ദൈവം നീതി നടത്തി തരും. God is a God of righteousness because you are in His kingdom. നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിലാണ്. ദൈവം നീതിയുടെ ദൈവമാണ്. Okay, the next thing is peace, joy. സമാധാനം നിങ്ങൾക്ക് അറിയാം, സന്തോഷം അറിയാം. Just like righteousness, always pray for peace and joy, you will get it. ആമേൻ. ഈ നീതിയുടെ കാര്യം പറഞ്ഞതുപോലെ എപ്പോഴും സന്തോഷത്തിനും സമാധാനത്തിനും പ്രാർത്ഥിക്കുക. So see the difference between the two. This is what God has done for us in Christ Jesus. ക്രിസ്തുയേശുവിൽ നമുക്ക് വേണ്ടി ദൈവം ചെയ്തത് ഇതാണ്. This is clear, isn't it? മനസ്സിലായല്ലോ? Okay. Now let's go to verse 14. In verse 14, you can see that the Holy Spirit is now speaking about the Son. So far he was talking about God the Father, all that God the Father had done, especially 2 things here. But when you come to verse 14, now the Holy Spirit is talking about what the Son has done, or what is available in the Son. ആമേൻ. 13 വരെയുള്ള വാക്യങ്ങളിൽ പിതാവ് എന്ത് ചെയ്തു എന്നാണ് പ്രത്യേകമായിട്ട് അദ്ദേഹം പറഞ്ഞത്. 14ാമത്തെ വാക്യത്തിൽ പുത്രനിൽ കൂടി എന്ത് കിട്ടി. Now in the Son it says we have redemption. നമുക്ക് പാപമോചനം ഉണ്ട്. Redemption. Now I want to show you something. Look into the English and Malayalam translation quickly. Those who came in the morning, don't say anything. But those who came in the evening, what is the difference between English and Malayalam translation? ആമേൻ. Blood is not mentioned in Malayalam. ആമേൻ. മലയാളത്തിൽ രക്തമെന്ന് എഴുതിയിട്ടില്ല. Hallelujah. Now there is a similar verse in Ephesians 1:7. Let's go to Ephesians 1:7. അതുപോലെ എഫേസ്യർ 1:7 ഇതുപോലൊരു വാക്യമുണ്ട്. Let's study that difference. In whom, in Christ Jesus, we have redemption through His blood, which is the forgiveness of sins. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നു, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. So there is the word used for redemption is apolitrosis from Greek. ആമേൻ. അവിടെ വീണ്ടെടുപ്പ് എന്നുള്ള വാക്ക് അപ്പോളിട്രോസിസ് എന്നുള്ള Apolitrosis. അപ്പോളിട്രോസിസ് എന്ന പോളിട്രോസിസ് എന്ന പോളിട്രോസിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ദേവദാസൻ പറയുന്നത് പോയി എവിടെയും പ്രസംഗം വെച്ച് കത്തിക്കാനുള്ള കർത്താവിന്റെ അപ്പോളിട്രോസിസ് പ്രകാരം ഇന്ന് രാത്രി ഞാൻ പറയുകയാണെന്നൊക്കെ വെച്ച് നമ്മൾ കത്തിക്കാനുള്ളതാണ്. സ്തോത്രം. Okay, so you see this redemption mentioned in Ephesians 1:7 and Colossians 1:14 are 2 different things. ആമേൻ. എഫേസ്യർ 1:7 കൊലോസ്യൻ 1:14 പറഞ്ഞിരിക്കുന്ന വീണ്ടെടുപ്പ് 2 വിഷയങ്ങളാണ്. Okay, here Ephesians 1:7 is talking about your sins. ആമേൻ. എഫേസ്യർ 1:7 പറയുന്നത് നമ്മുടെ പാപങ്ങളെ പറ്റിയാണ്. And it is translated from a Greek word called hamartia or hamartia, whichever way you can say. ഹമാർട്ടിയ എന്ന പദത്തിൽ നിന്നാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. Hamartia, huh? Can't see? You can't see? Okay. Hamartia means missing the mark. ഹമാർട്ടിയ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുക. For example, God expected Adam and Eve to overcome and not eat from the tree of the fruit of knowledge of good and evil. Amen. But they missed the mark, that is sin. ആമേൻ.
ഹല്ലേലൂയ. ലക്ഷ്യം തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആദാമിൽ നിന്ന് ഹവ്വയിൽ നിന്ന് പ്രതീക്ഷിച്ചത് അവരെ നന്മകളെ പറ്റിയുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാതെ പരീക്ഷണത്തെ അതിജീവിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അവിടെ അവർ പരാജയപ്പെട്ടു, ലക്ഷ്യം തെറ്റി. But in Colossians, missing the mark. This morning I was asking some people, how many of you have this habit? You have a goal, but before you reach the goal, you go into so many things before you get into the goal. That is a mark of the old sin syndrome, the nature of sin in you. For example, you want to go to the doctor, or you want to go buy something from the store. Okay, you get down at the store. You, instead of walking straight to what you want, you allow yourself to walk around all over the store. You have nothing to buy, but you just want to walk all around, and then you come. By the time you come back, your bag is full. What did you go to the store for? You didn't go for shopping. You went to the store to quickly buy one thing, maybe a pound of meat or something. But now that I'm in the store, whatever I see, and if I have a good credit card also, the thing will be full. That is a kind of if you went for shopping, prepared shopping, that is okay. You set about an afternoon, you decided to go there, you have a plan. Let us say you have $200 in your mind and you said, okay, I'm going into a monthly shopping, that is okay. But losing the mark, delaying the mark, getting to the mark immediately is a mark of that old sin nature. ആമേൻ. പ്രിയപ്പെട്ട, ലക്ഷ്യം തെറ്റുക, ലക്ഷ്യത്തിലെത്തുവാൻ താമസിക്കുക, ലക്ഷ്യത്തിലെത്തുന്നതിന് നമ്മൾ വീഴ്ച വരുത്തുക, ഇതെല്ലാം പഴയ വീഴ്ചയുടെ ഒരു ഫലമാണ്. That is sin. അത് പാപമാണ്. Not reaching the mark. ലക്ഷ്യത്തിലെത്താതിരിക്കുന്ന And പാപം. people who have that kind of an attitude, you give them a project, you tell them to do something, they will take years to do that. And I've seen people like that, they don't understand things quickly. They take their own sweet time because their mind is so, acclimatized to that kind of an attitude. Chalta hai, someday we will get there, someday we will do it, someday we will, that's the kind of, and suddenly if some emergency comes in their life, they're totally lost. Crisis, tension, can't take up the situations of life. That's what we see in people. ആമേൻ. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അവർ പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനെ അഭിമുഖീകരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അതിനെ കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുക്കത്തില്ല. അവരുടേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യും. Are you ready to receive something? നിങ്ങൾ ഒരു കാര്യം സ്വീകരിക്കാൻ ഒരുക്കമാണോ? Such people, when they talk, they never come to the point. ആമേൻ. അങ്ങനെയുള്ളവർ ഒരിക്കലും ലക്ഷ്യത്തിലേക്ക് വരത്തില്ല. They always beat around the bush. അവരിങ്ങനെ പടപ്പിലടിച്ചുകൊണ്ടിരിക്കും. You want to tell, and such people find it difficult to pray. അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിക്കാനും ബുദ്ധിമുട്ടാണ്. Many times God asks, what do you want? പലപ്പോഴും ദൈവം ചോദിക്കും, എന്ത് വേണം? Lord, when I was a child, I fell down. ആമേൻ. അവർ പറയുന്നത്, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ വീണുപോയി. God said, so what? What do you want? നിനക്ക് എന്താണ് ആവശ്യം? Then my mother nursed me and put me in a hospital. Next answer to God. ആമേൻ. ദൈവത്തോടുള്ള അടുത്ത മറുപടി, ആ അമ്മ എന്നെ ആശുപത്രിയിലാക്കി. They are trying to tell God all their history, ചരിത്രം മൊത്തം പഠിപ്പിക്കാൻ ചെല്ലും. as though God doesn't know their history. ദൈവത്തിന് അറിയാൻ വയ്യാത്ത പോലെ. God said, all right, I know everything about you. I know the date you got married. I know the day you had children. What do you want? ആമേൻ. ദൈവം ചോദിക്കുന്നത്, എനിക്ക് നിന്നെപ്പറ്റി എല്ലാം അറിയാം, നിനക്ക് വേണ്ടത് എന്താ? Saints, shall I tell you a truth? ഞാൻ പറയട്ടെ, 90% of people don't know what they want. 90% ആളുകൾക്ക് അവരുടെ ആവശ്യം പോലും അറിയത്തില്ല. This is the reason. ഇതാണ് കാരണം. But we have somebody who has redeemed us with his blood. ആമേൻ. എന്നാൽ രക്തത്താൽ നമ്മളെ ഇതിൽ നിന്ന് വിടുവിച്ച ഒരു വ്യക്തിയുണ്ട്. Hallelujah. Prayer time can be beautiful when you know what you want. നിങ്ങളുടെ ആവശ്യം നിങ്ങൾ അറിയുമ്പോൾ പ്രാർത്ഥന മനോഹരമായിരിക്കും. Hallelujah. May God help us, give us grace to come out of this. The second redemption that we see is not hamartia, it is transgressions. ആമേൻ. രണ്ടാമത്തെ വീണ്ടെടുപ്പ് ഇവിടെ കൊലോസ്യ 1:14 പറയുന്നത് അതിക്രമം എന്ന പദമാണ്. Transgression means breaking the law. ആമേൻ. നിയമത്തെ ലംഘിക്കുക എന്നാണ് അതിനർത്ഥം. That also you see in the life of Adam and Eve. അത് മാതാവിന്റെ അവയുടെ ജീവിതം കാണാം. Breaking the law. നിയമം ലംഘിച്ചു. They were put inside a particular boundary by God. They broke it. ആമേൻ. ദൈവം അവർക്ക് കൊടുത്ത ആ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് അതിനെ മുറിച്ചു. And we were all born outside the law. We were all born lawless, so to speak. ആമേൻ. നമ്മൾ നിയമരാഹിത്യത്തിലാണ് നമ്മളെല്ലാം ജനിച്ചത്. Inside there should be a law. The law of God is inside us. ദൈവത്തിന്റെ നിയമം നമ്മുടെ ഉള്ളിൽ കാണേണ്ടതാ. But it is broken by birth because of this sin. We had already come out of this. ആമേൻ. പാപം നിമിത്തമായിട്ട് അത് തകർന്നു കിടന്നു, വേലിയെല്ലാം പൊളിഞ്ഞു കിടന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ജനിച്ചത്. When we were born again, നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ God brought it into his law. തന്റെ Not the നിയമം. Mosaic law, but the law inside of us. ആമേൻ. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവിക നിയമത്തിന്റെ കീഴിൽ നമ്മളെ ആക്കി. That is what James tells about a law inside us.
സ്വാതന്ത്ര്യത്തിന്, the law of liberty that is in us because of being born again. There is a law. We are all under a particular order. ആമേൻ. നമ്മളുടെ പ്രത്യേക ദൈവിക ക്രമത്തിൻ്റെ കീഴിലാണ്, നിയമത്തിൻ്റെ കീഴിലാണ്. അതാണ് യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണത്തിന് കീഴിലാണ്. It is always connected to the new conscience which we get from heaven when we are baptized. നമ്മൾ സ്നാനപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന നല്ല മനസാക്ഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ക്രമത്തിൻ്റെ കീഴിലാണ്. Never believe the devil when he teaches you grace. You can do what you want. No. ഒരിക്കലും പിശാച് നിങ്ങളെ വശീകരിക്കരുത്. കൃപയാണ്, നിനക്ക് എന്ത് ചെയ്യാം. Different people have different levels of understanding of grace and the nature or their conscience. ആമേൻ. അവരവരുടെ മനസാക്ഷിയെയും കൃപയെയും മനസ്സിലാക്കാൻ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത രീതിയിലാണ് അതിനെപ്പറ്റി അറിയുന്നത്. Be submissive to the touch of the Holy Spirit inside you all the time. എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ ഉള്ളിലെ മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് നിരന്തരം സ്പർശിച്ചുകൊണ്ടിരിക്കണം. And when we fall away from that thing, it is known as transgression. ആമേൻ. നമ്മൾ അതിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് അത് അകൃത്യമായി തീരുന്നത്. But in Christ Jesus, ക്രിസ്തുയേശുവിൽ we have redemption over sin, hamartia and transgressions. ആമേൻ, ആമേൻ. എന്നാൽ ക്രിസ്തുയേശുവിൽ നമുക്ക് പാപത്തിൽ, ഈ ലംഘനത്തിൽ നിന്നും അതുപോലെ ലക്ഷ്യം തെറ്റുന്ന രണ്ടിൽ നിന്നും നമുക്ക് വിടുതലുണ്ട്. Hallelujah. Praise God. Now, I want to tell you something which has been in my heart for a long time. കുറേ നാളായിട്ട് എൻ്റെ ഹൃദയത്തിലുള്ളൊരു കാര്യം പറയുക. How many of you tell God sorry for a small mistake that you do? Let's be honest here. ഒരു ചെറിയൊരു അബദ്ധം പറ്റിയ ഉടനെ ദൈവത്തോട് കർത്താവേ ക്ഷമ ചോദിക്കുന്ന എത്ര പേരുണ്ട്? Continue to do that. അങ്ങനെ ചെയ്യുക. Do not stop it because somebody said don't do it. Amen. That is that person's quality of life with God. ആമേൻ. ഒരു പ്രത്യേക വ്യക്തി ഇങ്ങനെ പറഞ്ഞു എന്നുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ അങ്ങനെ ഒരു വീഴ്ച പറ്റിയ ഉടനെ ദൈവസേനയിൽ നെടുമ്പാട് വീണ്. I used to do that. ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. Even if a look came from me of anger or hatred, Lord, I ask you forgiveness. ഒരു തെറ്റായിട്ടുള്ളൊരു നോട്ടം തന്നെ എന്നിൽ നിന്നുണ്ടായ ഉടനെ ദൈവത്തോട് ക്ഷമ ചോദിക്കുമായിരുന്നു. But now God has given me an assurance. No, all those things have been taken care of. I have that assurance in my heart. Not just my intellectual understanding, but I have an understanding in my heart, an assurance in my heart. Therefore, I walk by faith, knowing fully well that I have redemption. Even if I don't specifically tell God some things, God has already forgiven. I have that assurance. If you don't have that assurance, ask God for that assurance. ആമേൻ, ആമേൻ. ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്നല്ല, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹല്ലേലൂയ, എനിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മ വ്യക്തമായി മനസ്സിലാക്കി തരും. എനിക്കറിയാം ദൈവം ഇതിനെ അതിക്രമങ്ങളുടെ മോചനം എനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. Hallelujah. Praise God. This guy Ted Cruz, who is one of the fellows who was standing for the primary, he does that. I said, he was telling somebody, I have asked God forgiveness at least 40 times even today during his campaign. You know, he's like many of you, you know, always, Lord, I was angry with Pastor George. Oh, I'm sorry. I'm sorry. I had an unforgiving attitude. These are all personal experiences. You yourself should know if God is happy with you. Not, God is happy with everybody, but you yourself will know in your conscience if the Holy Spirit's what shall I say? If you're walking with the Holy Spirit, if there is something on your conscience, it's difficult for you to pray. If there is something on your conscience, it will be difficult for you to rejoice. If you have something on your conscience, your life may not be. Don't go by theology, go by life. The Holy Spirit wants to promote you to an assurance. No matter what, some slip-ups, some small faults, He is there for me. Did you get that? The ultimate idea is faith is developed in you. Did you get that? Yes. ആമേൻ, ആമേൻ. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആത്മാവിൻ്റെ ആ കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായിട്ട് ഉള്ളതൊന്നും നിങ്ങൾ വരാതെ നിങ്ങൾ സൂക്ഷിക്കുക. കാലക്രമത്തിൽ നിങ്ങൾ പക്വതയാകുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം നിങ്ങളെ നടത്തും. But don't go by what the big brother said. എന്നാൽ വലിയ സഹോദരൻ പറഞ്ഞ അനുസരിച്ച് പോകരുത്. Never imitate experiences of other people. മറ്റുള്ളവരുടെ അനുഭവങ്ങളെ നമ്മൾ അന്ധമായിട്ട് പിന്തുടരരുത്. Maybe Pastor Shiju doesn't have to be apologetic to everybody, go around and apologize to everybody. But God did not tell that to you. You have to have your own direct confidence with God. ആമേൻ. പ്രിയപ്പെട്ട നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം, ഓരോരുത്തരുടെയും അണ്ടർസ്റ്റാൻഡിങ്, ദൈവമായിട്ടുള്ള ഇരിപ്പ് അനുസരിച്ച് അത് നമുക്ക് മനസ്സിലാവുന്ന ദൈവം നിങ്ങളെ ഏത് രീതിയിൽ ഗൈഡ് ചെയ്യുന്നു ആ രീതിയിൽ പോകണം. പ്രധാനപ്പെട്ട ഉദ്ദേശം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങൾക്ക് നിരന്തരം ലഭ്യമാകണം. Hallelujah. Why does God ask us to confess sins immediately? പെട്ടെന്ന് എന്തുകൊണ്ടാണ് ചിലപ്പോൾ പാപങ്ങൾ ഏറ്റു പറയേണ്ടത്? Do you think God can lead you to that experience in the new covenant? പുതിയ നിയമത്തിൽ ആ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു?
Because he wants you to know you were babies at one time. Amen. You don't know what is right and wrong. The Hallelujah. Holy Spirit is telling you, don't do that. Don't you tell your children like Amen, that? amen. But over a period of time, we don't go and correct our children for everything. Amen. Because we know, now we know Hallelujah. what is right and wrong, and we will go on. Amen. Number two, God doesn't want you to be falling down every time you make a Hallelujah. mistake. Every time you got angry with somebody, or there was a hateful attitude that come from you. God doesn't want you to sit and cleanse your heart all the time. It is already cleansed. Walk by faith. That is the essential teaching in the new covenant. Walk by faith. Whatever mistakes you have done, God, walk by faith. അമേൻ അമേൻ. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഉള്ളതുപോലെ അല്ല, നമ്മൾ കാലക്രമത്തിൽ പക്വത പ്രാപിക്കുമ്പോൾ ദൈവത്തിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ പരിജ്ഞാനത്തിൽ നിറയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കി തരും. നമ്മുടെ പാപങ്ങൾ കർത്താവ് കഴിഞ്ഞതാണ് എങ്ങനെയാണെങ്കിലും. പക്ഷേ അത് നമ്മുടെ വിശ്വാസത്തിൽ ചൂടെടുത്ത് മുന്നോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കും. Is it clear, people of God? മനസ്സിലായോ? I'm going to tell you an area. None of you have to raise your hands, but I'm going to tell you a general area where some people always fall, accusing the pastor. അമേൻ. പാസ്റ്ററെ കുറ്റപ്പെടുത്തുന്നതിൽ ആളുകൾ പൊതുവായി പരാജയപ്പെടുന്ന ഒരു മണ്ഡലമാണത്. Not many people, one or two people in the church, I know it in the spirit. അമേൻ. എനിക്ക് ആത്മാവിലത് അറിയാം. Okay, God is not condemning you. ദൈവം നിങ്ങളെ I'm കുറ്റപ്പെടുത്തുകയല്ല. not condemning you. ഞാൻ നിങ്ങളെ But you കുറ്റപ്പെടുത്തുന്നില്ല. know what these people do? അവരെന്താ ചെയ്യുന്നത്? They have so much of hatred against the man of God. ദൈവദാസനെതിരെ വളരെ വെറുപ്പുണ്ട്. They find somebody they can talk to, they open their heart to that third person. അമേൻ. അവരുടെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയോട് അവർ തുറന്ന് The സംസാരിക്കും. next time they see the man of God, they feel guilty. അടുത്ത തവണ അവർ ദേവദാസനെ കാണുമ്പോൾ കുറ്റബോധം. All the wind has gone. അമേൻ. കാറ്റെല്ലാം അടങ്ങി. It is not only a man of God. You start accusing anybody, you won't be able to look at them face to face. അമേൻ. മറ്റൊരാളെ അപവാദം പറയാൻ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഖാമുഖം നോക്കാൻ പറ്റത്തില്ല. Because that guilt is bothering you. Why did you do that? Why did you do that? Why did you hurt? Why did you hurt? Because you are seeing the face of God himself in front of your brother or sister. അമേൻ അമേൻ. കാരണം ആ കുറ്റബോധം നമ്മളെ കുറ്റപ്പെടുത്തുകയാണ്. നീ എന്തിനാണ് മുറിപ്പെടുത്തിയത്? കാരണം ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സഹോദരി നമ്മൾ കാണാൻ ദൈവം. Some people are so humble, after they make the mistake, they call the man of God and said, I'm sorry. Okay, good. God bless you for that. അമേൻ. ചിലർ വളരെ താഴ്മയുള്ളവരായതുകൊണ്ട് അത് കഴിഞ്ഞ് അബദ്ധം പറ്റിച്ച് കഴിഞ്ഞ് ദേവദാസനെ വിളിക്കും. എനിക്ക് Again they do the same thing. വീണ്ടും എന്നാൽ അതുപോലെ ആവർത്തിക്കും. Again they say sorry. വീണ്ടും അവർ കുറ്റമേറ്റു പറയും. Again they do the same thing. വീണ്ടും അങ്ങനെ You ചെയ്യും. know what happens? എന്ത് ചെയ്യും? They give up. അങ്ങനെ അവസാനം അവർ വിട്ടുകളയും. They say, what to do? I keep on asking forgiveness. Nothing is happening. I keep on asking forgiveness. Still that hatred is coming out. You know what God tells those people? അമേൻ. വീണ്ടും പരാജയപ്പെടുകയും ചെയ്യുന്നവരോട് ദൈവം എന്താ പറയുന്നത്? My child, I still love you. അമേൻ. ദൈവം പറയുന്നത് എനിക്ക് ഇതിനോടുള്ള സ്നേഹം അറ്റുപോയിട്ടില്ല. Whatever comes out of you, I know your flesh is capable of all these things. അമേൻ. നിങ്ങളുടെ ഉള്ളിൽ എന്ത് തന്നെ വന്നാൽ എനിക്കറിയാം നിങ്ങളുടെ ജഡത്തിൽ ഇത്രേ പറ്റത്തുള്ളൂ. I still love you. ഞാൻ ഇപ്പോഴും നിന്നെ My സ്നേഹിക്കുന്നു. love for you has not dried up. എനിക്ക് നിന്നോടുള്ള സ്നേഹം ഇതുവരെ I am not shocked at the way you are. നീ പ്രവർത്തിച്ചത് കണ്ട് ഞാൻ അമ്പരന്നൊന്നുമില്ല. I loved with you an eternal, everlasting love. ഓ ഞാൻ നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുക. So don't wait there and keep on apologizing. അമേൻ. അതുകൊണ്ട് നിന്ന് കുറ്റമേറ്റ് പറയാൻ നിൽക്കണ്ട. There is no point. അതിന്റെ കാര്യമില്ല. Because you apologize thrice കാരണം 3 തവണ ഏറ്റു പറഞ്ഞതാ. and nothing, no change. ഇതുവരെ മാറ്റം ഉണ്ടായില്ല. Get rid of it. അതിനെ Ask me for grace കർത്താവിന്റെ കൃപ ചോദിക്കുക. that I may not agree with the devil, because he's the one who's accusing. ആമേൻ. കാരണം പിശാചിന്റെ പ്രേരണയാലാണ് ഇത് ഉണ്ടായത്. ഇനി പിശാചിനോട് പ്രേരിപ്പിക്കപ്പെടാതിരിക്കുവാൻ. Do you know when you agree with the devil? Yeah, pastor is like that, or brother Cherian is like that. Anyachan is like that. It's the devil who is coming and accusing your brother to you. You should immediately tell the devil, you shut up. He's my brother. She's my Amen. sister. Amen. They are redeemed by the blood of the Lamb. The Hallelujah. same blood Praise the which Lord. redeemed me. Amen. The same anointing which anointed Amen, him amen, amen. is anointed me also. We are brothers and sisters. Say that to the devil. ആമേൻ. പിശാച് നമ്മളെ വന്ന് അങ്ങനെ പറയുവാൻ പ്രേരിപ്പിക്കുമ്പോൾ പിശാച് നീ പോയാട്ടെ, ഇത് എൻ്റെ സഹോദരനാണ്, കർത്താവിൻ്റെ വലിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണ്, എൻ്റെ സഹോദരനാണ് എന്ന് നമ്മൾ ആ പിശാചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വായടച്ച് വിട്ടുപോകും. Submit to God, resist the devil, and he flees from you. ആമേൻ. ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിന്നാൽ പിശാച് നമ്മളെ വിട്ട് The ഓടിപ്പോകും. devil has an amazing way, I don't want to call it amazing, of accusing you. After he makes you to say that, he will accuse you. Never trust him, he's not a good friend. ഹല്ലേലൂയ. കാരണം അവൻ്റെ പ്രത്യേക സമ്പ്രദായം അങ്ങനെയാണ്. ആദ്യം നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പിന്നെ നീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഇരുവായത്തിലുള്ള രീതിയിലാണ് അവൻ നമ്മളെ. And then when you kneel down to pray or sit down to pray or lie down to pray, he will come.
ആമേൻ. എന്നിട്ട് നിങ്ങളുടെ മുറ്റമേൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ വീണ്ടും വരും. Haha, I know what you think of that brother in the church. ആ സഹോദരനെ പറ്റി നീ എന്താ ചിന്തിക്കുന്നത് എനിക്കറിയാം. I know what you really think of the pastor in your church. പാസ്റ്ററെ പറ്റി നിന്റെ വിചാരം എന്താണെന്ന് എനിക്കറിയാം. You think God is going to listen to your prayer? ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് വിചാരിക്കുന്നത്? You know what I tell the devil? ഞാൻ എന്ത് പറയുന്ന അറിയാം? You know what I tell the devil? It is none of your business. Nee boda. ആമേൻ. What is your business? ഹല്ലേലൂയ. നിന്റെ കാര്യമല്ല, നിനക്കെന്താ? If I am imperfect, my God will make me perfect. Nee boy pani nokkada. ആമേൻ. ഞാൻ അപൂർണനാണ്, എൻ്റെ ദൈവം എന്നെ പൂർണ്ണനാക്കും. നിനക്കെന്താ കാര്യം? This is the reason why many people, 2 or 3 people I know in the church, they always condemned, always condemned. I get rid of that condemnation because Jesus said there is no condemnation in the kingdom of God. ആമേൻ. സഭയിലുള്ള ചിലരെ പറ്റി എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുക, അവർ വീണ്ടും വീണ്ടും കുറ്റം വെച്ചുകൊണ്ടിരിക്കുക. ദൈവവചനം വ്യക്തമായി പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള നിങ്ങൾക്ക് കണ്ടംനേഷൻ ഇല്ല. You have redemption, നിങ്ങൾക്കുള്ളത് വീണ്ടെടുപ്പാണ്, not condemnation. ശിക്ഷയല്ല. And then many Pentecostal people, they come for the Lord's table, suddenly there is a cleansing and a clearing, and it is as though we are running a ഫ്യൂണറൽ സർവീസ്. funeral service, and there is such made up all those things, and the cleansing and the hugging and the kissing and all that, tears and all that. Again go back to condemnation. No, my brothers and sisters, you walk by faith. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ചില പെന്തക്കോസ്തൽ സഹോദരങ്ങളുണ്ട്. അവർ വരുമ്പോൾ കർത്തൃമേശയുടെ സമയത്ത് വരുമ്പോൾ പ്രത്യേകമായിട്ടുള്ള അവർ വലിയ താഴ്മയും വലിയ കരച്ചിലും വലിയ അനുതാപവും ഒക്കെ ഉണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ പെണ്ണെയും പഴയതുപോലെ തന്നെ ആകാറുണ്ട്. Hallelujah. No, my brothers, there is no condemnation. I am telling you this. ഹല്ലേലൂയ. സഹോദരന്മാരെ, ക്രിസ്തുയേശുവിൽ നമുക്ക് ശിക്ഷാവിധിയില്ല. നിങ്ങളിത് അറിയണം. Rather you have redemption. നമുക്കുള്ളത് വീണ്ടെടുപ്പാണ്. Redemption by his blood. തന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പാണ്. Because his blood is flowing through you. കാരണം അവന്റെ രക്തം നമുക്കായിട്ട് ഒഴുകുകയാണ്. And what is that blood saying? Keep walking. Whatever your drawback is, you walk forward. ഹല്ലേലൂയ. ആ രക്തം എന്താ നമ്മോട് പറയുന്നത്? നിന്റെ പ്രശ്നം എന്താണെങ്കിലും നടക്കുക ധൈര്യമായി. Okay, here is a question for you. Some time ago, it's all bad examples. സ്തോത്രം. Okay, let's say, supposing you are coming to church. ചിന്തിക്കുക, നിങ്ങൾ സഭയിൽ വരികയാണ്. And on the way, you're all happy and so full of joy. വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ വരുക. But something happened that took away your spirit. ആമേൻ. എന്നാൽ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ആ സന്തോഷം നഷ്ടപ്പെട്ടു. You are feeling depressed. ഇപ്പൊ നിരാശപ്പെട്ടിരിക്കുക. What will you do? എന്ത് ചെയ്യും? Will you go back home or will you come to church? ആമേൻ. വീട്ടിലേക്ക് മടങ്ങി പോകുമോ സഭയിൽ വരുമോ? Come to church. ചർച്ചിലേക്ക് ഓടി വരണം. Because church is to lift you up. കാരണം ചർച്ചിലാണ് നിങ്ങളെ ഉയർത്തുന്നത്. That is why you should come to church no matter what happens. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചാലും ചർച്ചിലേക്ക് ഓടി വരേണ്ടത്. Because God wants to lift you up. കാരണം ദൈവം നിങ്ങളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. There is no condemnation, there is only redemption. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ ശിക്ഷിക്കുകയല്ല, മറിച്ച് നിങ്ങളെ ഉയർത്തുകയാണ്. There is no failure but victory, saints of നിങ്ങളുടെ God. പരാജയമല്ല, ദൈവം നിങ്ങൾക്ക് ജയമാണ് വെച്ചിരിക്കുന്നത്. That is what God the Father has done for you in Christ Jesus. അതാണ് ക്രിസ്തുയേശു നമ്മുടെ പിതാവ് നമുക്ക് ചെയ്തത്. Hallelujah. സ്തോത്രം. Okay, any questions? Anybody? Any questions? I know you have questions. Please feel free to ask. Whatever the Lord is strengthening me, I will help you out. If you have any questions about what you heard, I quickly recap. God the Father has done all these things, and in His Son we have redemption. There are more things we will learn, Colossians, but this is what we learned today. Apart from this, if you have anything concerning the crusade that went through, or any questions you have, feel free to ask, so that you can be strengthened in the power of God.